നമസ്കാരം. ആവേശകരമായ ഒരു വലിയ മത്സരത്തിലേക്കാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് നീങ്ങുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർച്ചയോടെ കൂടാരം കയറിയ ഇന്ത്യ തിരിച്ച് ഓസ്ട്രേലിയക്കും അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യയേക്കാൾ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്കും അങ്ങനെ ശക്തമായ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. ഇന്ത്യയെ ഒന്നാം ഇന്നിംഗ്സിൽ വെറും 150 റൺസിൽ പുറത്താക്കിയ ശേഷം ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയക്ക് 59 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകളായിരുന്നു നഷ്ടമായത്. ആദ്യ ദിവസം മത്സരം അവസാനിപ്പിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയുടെ തീപ്പോരി ബൗളിംഗ് ആണ് ഓസീസിനെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയിരിക്കുന്നത്. നഥാൻ മാക്സ്വീനിയുടെ വിക്കറ്റാണ് ഓസ്ട്രേലിയക്ക് ആദ്യം നഷ്ടമായത്. 10 റൺസ് എടുത്ത താരത്തെ ബുംറ വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു. ഉസ്മാൻ ഖ്വാജയുടേതായിരുന്നു അടുത്ത ഊഴം. 8 റൺസ് എടുത്ത താരത്തെ ബുംറ സ്ലിപ്പിൽ കോഹ്ലിയുടെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. സ്റ്റീവ് സ്മിത്ത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി. അതും ബുംറയുടെ മാന്ത്രിക ബോളിലാണ് താരത്തെ കുടുക്കിയത്. തന്റെ ആദ്യ സ്പെല്ലിൽ 7 ഓവറുകളിൽ നിന്നായി 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത 3 സുപ്രധാന വിക്കറ്റുകളാണ് ബുംറ കൊയ്തെടുത്തത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞ ബൗളിങ്ങിന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ബുംറയിൽ തന്നെയായിരുന്നു. ആ പ്രതീക്ഷ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ബുംറ പുറത്തെടുത്തത്. അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഹർഷിത് റാണയാണ് ഓസ്ട്രേലിയയുടെ 4ാമത്തെ വിക്കറ്റ് പിഴുതെടുത്തത്. ട്രാവിസ് ഹെഡാണ് വീണത്. പിന്നാലെ മിച്ചൽ മാർഷിനെ സിറാജ് പവലിയനിലേക്ക് പറഞ്ഞയച്ചതോടെ ഓസ്ട്രേലിയ 38-5 എന്ന നിലയിലേക്ക് എത്തി. 1980 ശേഷം സ്വന്തം മണ്ണിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ 40 റൺസ് എടുക്കുന്നതിന് മുന്നേ ഓസ്ട്രേലിയക്ക് 5 വിക്കറ്റുകൾ നഷ്ടമാകുന്നത് ഇത് 2ാമത്തെ മാത്രം തവണയാണ്. സ്കോർ ബോർഡിൽ 47 റൺസ് എത്തിയപ്പോൾ മാർണസ് ലബൂഷെയിനെ വീഴ്ത്തി സിറാജ് ഓസ്ട്രേലിയക്ക് അടുത്ത പ്രഹരവും ഏൽപ്പിച്ചു. 2ാം സ്പെല്ലിനെത്തിയ ബുംറ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ ഋഷഭ് പന്തിന്റെ കൈകളിൽ എത്തിച്ചതോടെ ഓസ്ട്രേലിയ 59-7 എന്ന നിലയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 150 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 41 റൺസ് എടുത്ത അരങ്ങേറ്റ താരം നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ. നിതീഷിന് പുറമെ ഋഷഭ് പന്ത് 37 റൺസ്, KL രാഹുൽ 26 റൺസ് എന്നിവർ മാത്രമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ പൊരുതിയെങ്കിലും നോക്കിയത്. യശസ്വി ജയ്സ്വാൾ റണ്ണൊന്നും എടുക്കാതെയും അതുപോലെ ദേവദം പടിക്കലും റണ്ണൊന്നും എടുക്കാതെ പുറത്താവുകയായിരുന്നു. വിരാട് കോഹ്ലി 5 റൺസോടെ വീണ്ടും ഇന്ത്യൻ ആരാധകരെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡ് 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ, മിച്ചൽ മാർഷ് എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയായിരുന്നു. ആദ്യ സെഷനിൽ തന്നെ ഓസ്ട്രേലിയയുടെ എല്ലാ വിക്കറ്റുകളും, കൃത്യമായി പറഞ്ഞാൽ 3 വിക്കറ്റുകൾ മാത്രം മതി ഇനി വീഴ്ത്തിയാൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യം ഈ ഒരു മത്സരത്തിൽ നേടാൻ കഴിയും. പിന്നീട് ഇന്ത്യക്ക് വീണ്ടും പിഴവൊന്നും പറ്റാത്ത രീതിയിൽ ബാറ്റിങ്ങുമായി മുന്നോട്ട് പോയാൽ ഇന്ത്യയുടെ ആ സ്വപ്നതുല്യമായ ജയത്തിലേക്ക് നടക്കുകയും ചെയ്യാം. എന്തായാലും ഓസ്ട്രേലിയയും അത്ര പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കാൻ സാധ്യതയില്ല. അവർക്കറിയാവുന്ന പിച്ച് കൂടിയാണ്. അവിടെ ആര് ജയിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.